ടെൻഡർ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ശരിയാണ്, വളരെ സീരിയസ് ആയ ഒരു ചോദ്യമാണ്. ഇനിയും നാം എന്ത് ചെയ്യണം? 2015 ഡിസംബറിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖം ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു പോർട്ടിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ആ അടിസ്ഥാനപരമായി പോർട്ടിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്? ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ, ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസോ മറ്റ് നമ്മളുടെ നാട്ടിൽ കിട്ടാത്ത പ്രോഡക്റ്റുകളോ മറ്റും അല്ലെങ്കിൽ മെഷീനറീസോ ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ നാട്ടിൽ നിന്നും പ്രോഡക്റ്റുകളും ബൈ പ്രോഡക്റ്റുകളും ഒക്കെ ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഇതിന് ആവശ്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒരു സ്ഥലത്ത് നിർമ്മിക്കുമ്പോൾ മറു സൈഡിൽ നമ്മൾ നമ്മുടെ സമൂഹത്തെയും തയ്യാറാക്കുകയായിരുന്നു വേണ്ടത്. അതിന് കാരണം 3 പാർട്ടികളാണ് ഇതിനകത്തിലുള്ളത്. ഇതൊരു ത്രിതലത്തിൽ നിന്ന് വരുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അദാനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പാർട്ടി, കേരള ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്. അതിലെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് ഏകദേശം 62% എന്നൊരു കണക്കിന് വേണ്ടി എടുത്താൽ സ്റ്റേറ്റ് ആണ്, കേരളമാണ്. ഒരു ചെറിയ ശതമാനം സെൻട്രൽ ഗവൺമെന്റ് തരുന്നു, ഒരു ഭാഗം അദാനിയുടെ കയ്യിൽ വരുന്നു. അദാനിയെ നമ്മൾ പോർട്ട് ഏൽപ്പിച്ചത് ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നമുക്ക് ഒരു പോർട്ട് ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളൊരു മേജർ ചങ്ക് ഓഫ് പൈസ നമ്മളാണ് മുടക്കിയേക്കുന്നത്, സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ പോയ കാര്യത്തെക്കുറിച്ച് ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കിയുണ്ടോ മറ്റ് ഇഷ്യൂസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ലോകവ്യാപാരം കയറി വരികയോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കാർഗോ അയക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ വളരെ ഏറ്റവും വിവേകപരമായിട്ട് ഇനിയും വിഴിഞ്ഞം മാത്രമല്ല, വിഴിഞ്ഞം ഉൾപ്പെടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഉൾപ്പെടെ വല്ലാർപാടം, കേരളത്തിലെ നോൺ മേജർ പോർട്ട്, ഇതിനെയെല്ലാം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നാട്ടിൽ എങ്ങനെ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം, എഡ്യൂക്കേഷൻ മേഖലയെ സജ്ജപ്പെടുത്താം, എന്റർപ്രണർഷിപ്പ് എന്തെല്ലാം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ലീഗൽ തലത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറണം, എങ്ങനെ വിഴിഞ്ഞും കേരളവും, വിഴിഞ്ഞെന്നു മാത്രമല്ല കേരളം ലോക വ്യാപാരത്തിന്റെ കവാടമാക്കി മാറ്റാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഓരോ മേഖലയും ഐഡന്റിഫൈ ചെയ്ത്, അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയാം, പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് എത്രമാത്രം പറയാനുള്ള ഒരു സമയമില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയത്തില്ല. അത് വളരെ ആധികാരികമായിട്ട് ലോക വ്യാപാരത്തെയും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടാവുന്ന വ്യാപാരത്തെ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ നിന്ന് ലോകത്തിലേക്ക് സാധനങ്ങളെയും അല്ലെങ്കിൽ സേവനങ്ങളെയും എല്ലാം എത്തിക്കത്തക്ക തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ, അതിൽ ഏറ്റവും സാധാരണ മനുഷ്യന് തൊട്ട് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്കും എല്ലാം ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ജേർണലിസത്തിനുമുണ്ട്, ലോയ്ക്കുമുണ്ട്, സാധാരണ തൊഴിലുമുണ്ട്, വാഹനം ഓടിക്കുന്നവർക്കുമുണ്ട്, ഹോട്ടൽ നടത്തുന്നവർക്കുണ്ട്, ടൂറിസത്തിനകത്തിലുമുണ്ട്, ചായക്കട നടത്തുന്നവർക്കുമുണ്ട്, സ്വർണ്ണക്കട, എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷെ സമൂഹത്തിന് കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് സമൂഹത്തെ അതിനുവേണ്ടി തയ്യാറാക്കുക. അതാണ് ഏറ്റവും നീഡ് ഓഫ് ദ അവർ എന്ന് പറയുന്നത്. അതാണ്. ഒരുപാട് തെറ്റായ മെസ്സേജുകളും തെറ്റായ ധാരണകളും നമ്മുടെ ഇടയിൽ തുറമുഖങ്ങളെക്കുറിച്ച് നിൽക്കുന്നുണ്ട്. സംസാരിക്കുന്ന കൂടുതൽ ഭാഗവും തുറമുഖത്തിന്റെ ആഴത്തെക്കുറിച്ചും തുറമുഖത്തിന് അന്താരാഷ്ട്ര കപ്പൽപാതയുടെ അടുത്ത് കിടക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ്. അതൊക്കെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ സ്ട്രക്ചറിൽ അബ്സല്യൂട്ട്ലി റൈറ്റ്, ഒരു വലിയ മേന്മ തന്നെയാണ്. അതുകൊണ്ട് മാത്രം ലോക വ്യാപാരം ഇങ്ങോട്ട് വരുമെന്നോ നമ്മളിൽ നിന്ന് എല്ലാ വ്യാപാരവും അങ്ങോട്ട് പോകുമെന്നോ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. അദാനിയെ തുറമുഖം ഏൽപ്പിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇത് ഒരു പക്ഷെങ്കില് ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അദാനി ഭയങ്കരമായിട്ട് മാരിടൈം സെക്ടറിലും മറ്റ് ബിസിനസ് മേഖലയിലും എക്സ്പെർട്ടൈസ്, എക്സ്പീരിയൻസ്, പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാളല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലേ. അവരുടെ നമ്മൾ വിഴിഞ്ഞം എത്തിച്ചു കഴിഞ്ഞു.
അപ്പൊ അവരുടെ കയ്യിൽ വിഴിഞ്ഞം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫെയിലർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും അങ്ങ് സക്സസ് അല്ലെന്നുള്ള എല്ലാ കാര്യം ഇനി നമുക്ക് വലിയ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല. അദാനിക്ക് പോർട്ട് നടപ്പിലാക്കിയൊക്കെ എല്ലാ എക്സ്പീരിയൻസും ഉള്ള ഒരാളാണ്. അബ്സല്യൂട്ട്ലി അദാനി എന്ന് പറയുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് ഇന്ത്യൻ ബിസിനസ് രംഗത്ത് വളർന്നു പന്തലിച്ച് അത് ലോകത്തിൽ തന്നെ ഒരു വലിയ സ്റ്റാറായി നിൽക്കുന്ന ഒരാളാണ് അദാനി എന്ന് പറയുന്ന വിവിധ മേഖലകളിൽ. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം അല്ല, മറ്റു തുറമുഖങ്ങളെയൊക്കെ മുന്നോട്ട് വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രാറ്റജിയും പ്ലാനും ഒക്കെ അവരുടെ കൈവശം കാണും. പക്ഷെ നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖത്തിനകത്തില് ഏകദേശം മേജർ ചങ്ക് ഓഫ് പണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളവും ഇന്ത്യയുമാണ്. അല്ലെങ്കിൽ ഇന്ത്യയും കേരളവും കൂടെ ചേർന്ന് ഒന്നിച്ച് ആണ് നമ്മളെ ഈ പറയുന്ന മേജർ പണം നമ്മൾ മുടക്കിയിരിക്കുന്നത്. ഏകദേശം 29% അദാനിയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. നമുക്ക് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വെസല് പോർട്ടിലെത്തി, ആ പോർട്ടിലെത്തുന്ന വെസലിൽ നിന്നും ഒരു അടുത്ത് വരുന്ന ഫീഡർ വെസലിലേക്ക് കയറ്റി, ആ വെസൽ ഇവിടെ നിന്ന് പോകുമ്പോൾ കിട്ടുന്ന കുറച്ച് ഓട്ടോമേഷന്റെ ചാർജോ അതല്ലെങ്കിൽ കിട്ടുന്ന ടാക്സിന്റെയോ അല്ലെ ഡ്യൂട്ടിയുടെയോ ഒരു നിശ്ചിത ശതമാനം മാത്രമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കാം. നമ്മൾ എന്തിനാണ് ചെയ്യപ്പെടേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം 6000 കോടി 5800 ശിഷ്ടമാണ് 6000 കോടി രൂപയോളം നമ്മൾ മുടക്കിയ ആണ് നമ്മൾ ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത്. ആ ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ സ്റ്റേറ്റിലെ ഓരോ വ്യക്തിക്കും ഇനിയും വരുന്ന തലമുറയ്ക്കും ഇതിനകത്തിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. നമ്മൾ അദാനി എന്ന് പറയുന്നത് അവര് ഒരു ഭാഗത്തുനിന്ന് വെസൽ കൊണ്ടുവരുന്നു, ആ വെസലിലേക്ക് അവരുടെ കാർഗോയോ കണ്ടെയ്നറോ പോർട്ടിലേക്ക് വരുന്നു, അതിനെ അടുത്ത വെസലിലിട്ട് കയറ്റി വിടുന്നു, തിരിച്ചു വരുന്നു. അവരുടെ ഒരു സ്മൂത്ത് റണ്ണിങ് ആണ് അവർ നോക്കുന്നത്. സ്റ്റേറ്റ് നോക്കേണ്ടത് എങ്ങനെയാണ്, ഈ പോർട്ടിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് എങ്ങനെ പോർട്ട് തലത്തിലുള്ള എഡ്യൂക്കേഷനെ കൊണ്ടുവരാം, ഗ്രാമം തൊട്ടുള്ള തരത്തിനകത്തുള്ള പ്രോഡക്റ്റുകളെയും അല്ലെങ്കിൽ വാല്യൂ ആഡർ പ്രോഡക്റ്റുകളും ഉണ്ടാക്കി ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തരത്തിലേക്ക് എങ്ങനെ സമൂഹത്തെ പ്രിപ്പയർ ചെയ്യാം, ലോകരാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കാർഗോ കൊണ്ടുവന്നിട്ട് അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റും മറ്റുമാക്കി മാറ്റാൻ വേണ്ടി പറ്റും, ഈ മേഖല ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഏറ്റവും അടിയന്തരമായിട്ട് നാം ഇനി ചെയ്യപ്പെടേണ്ട കാര്യം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, മറ്റ് കേരളത്തിലെ പോർട്ടുകൾ, ഇന്ത്യയിലെ വളർന്നു വരുന്ന പോർട്ട് സംസ്കാരം, ബ്ലൂ എക്കോണമിയുടെ സംസ്കാരം ലോകരാജ്യങ്ങളിലേക്കുള്ള തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതാണ് ഏറ്റവും അത്യാവശ്യമുണ്ട്. ബിക്കോസ് ലോകം ഒരു ബ്ലൂ എക്കോണമി, ഒരു ഓഷ്യൻ ബേസ്ഡ് എക്കോണമിയുടെ തലത്തിലേക്ക് മാറുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മളുടെ ഓരോ ഡിവിഷനെയും, നിയമസാമാജികരെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ, പ്രൈവറ്റ് തലത്തിലുള്ളവരെ, വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ചെറുപ്പക്കാരെയും ജേർണലിസ്റ്റുകളെയും മീഡിയ പ്രവർത്തകരെയും പാക്കിംഗ് ഇൻഡസ്ട്രി വരുന്നവരെ എന്ന് വേണ്ട എല്ലാ തുറയിലുമുള്ളവരെയും ഉടൻ തന്നെ നമ്മൾ മാരിടൈം കൾച്ചർ അതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് മാരിടൈം എന്റർപ്രണർഷിപ്പ്, മാരിടൈം എഡ്യൂക്കേഷൻ കൊടുത്ത് ലോക വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുവരുവാൻ, അതിലൂടെ സ്റ്റേറ്റിന്റെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, എന്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇന്ന് നാട് നേരിടുന്ന, നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോയി പഠിക്കുന്ന, വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ആ ഒരു കൾച്ചറിനെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരിക. ഇതിലൂടെ എക്കോണമിയെ വളർത്തിയെടുത്ത് കേരളം ഇന്ന് ഫേസ് ചെയ്യപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ മുന്നോട്ട് കരകയറാനുള്ള മാർഗമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതിനുള്ള വലിയൊരു അവസരമാണ് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ തുറമുഖങ്ങളും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതയും വെല്ലുവിളികളും. തുറമുഖത്തിന്റെ സാധ്യതയും വെല്ലുവിളിയും എന്നൊക്കെ പറഞ്ഞാൽ ഓഷ്യൻസ്, കടലോളം കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സാധ്യതകളും അതിന്റെ വെല്ലുവിളികളും. അത് തന്നെ സംസാരിക്കണമെങ്കിൽ വളരെയധികം സമയം വേണം. ഇപ്പം തന്നെ ഞാൻ എല്ലാ വിഷയങ്ങളും തന്നെ കുറച്ച് വിശദീകരിച്ചാണ് പറഞ്ഞത്. കാരണം ഈ ടെർമിനോളജി ഉള്ളത് കൊണ്ട് അതിനെ വിശദീകരിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പ്രയാസമാണ്. കേരളത്തിലെ തുറമുഖത്തിനകത്തിലെ ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന സാധ്യതകളും വെല്ലുവിളികളും 1-2 കാര്യത്തിൽ ഞാൻ ചുരുക്കി പറയാം. കേരളത്തിലെ തുറമുഖ രംഗത്തെ സാധ്യതകളും വെല്ലുവിളികളും പറയണം എങ്കിൽ ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്.
എങ്കിലും ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ അതിനകത്തിൽ പറയാം. ഏറ്റവും കൂടുതൽ ഒരു പക്ഷെങ്കിൽ ലോകത്ത് തുറമുഖങ്ങളോടുകൂടി ഇവരുടെ സഹായത്തോടുകൂടി വളരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് കേരളം. കാരണം ഒന്ന്, കേരളത്തിന്റെ തെക്ക് തൊട്ട് വടക്കേ അറ്റം വരെയും ഒരേ സ്ട്രെച്ചിൽ നിൽക്കുന്ന 590 കിലോമീറ്റർ തീരദേശം നമുക്കുണ്ട്. തിരുവനന്തപുരം അല്ലെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം തൊട്ട് തെക്കോട്ടെടുത്താൽ കന്യാകുമാരി എന്ന് പറയുന്നിടത്ത് ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും ഒക്കെ നമ്മളോട് ചേർന്ന് കിടക്കപ്പെടുന്നു. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും നമുക്ക് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. ഇത് കൂടാതെ കേരളത്തിലെ ഏറ്റവും ഇന്ത്യൻ പോർട്ട് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഷിപ്പുകളുടെ നിർമ്മാണവും മെയിൻ്റനൻസിനും ഒക്കെയുള്ള ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നമ്മുടെ നിൽക്കുന്നു. 4 എയർപോർട്ട് നമുക്കുണ്ട്. കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 17 നോൺ മേജർ പോർട്ടുകളുണ്ട്. ഇത്രയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ നമുക്കുണ്ട്. ഇന്ത്യയിൽ ഏതൊരു ഭാഗത്തേക്ക് നമുക്ക് പോകുന്നതിന് നമുക്ക് വിസയും ഒന്നും തന്നെ ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമുക്ക് ഏത് ബിസിനസ്സും എവിടെ വേണേലും നമുക്ക് ചെയ്യാം. ഇന്ത്യയിൽ നിന്നും ലോകരാജ്യങ്ങളിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് നമുക്ക് ബിസിനസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലും ഒപ്പം കേരളത്തിലും നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മാരിടൈം എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ലോകത്തുനിന്ന് യങ്സ്റ്റേഴ്സിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുനിന്നും വലിയ ഒരു എമൗണ്ട് അല്ലെങ്കിൽ വലിയ തരത്തിലേക്കുള്ള ഫോറിൻ കറൻസി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഈ മേഖല കേരളത്തിന് ദൈവാനുഗ്രഹത്തിന്റെ ഭൂമി അല്ല ദൈവത്തിന്റെ ഭൂമി എന്നുള്ള തരത്തിലേക്ക് പേര് തന്നിരിക്കുന്നത്, അല്ല ദൈവത്തിന്റെ നാടെന്നുള്ള പേര് തന്നിരിക്കുന്നത് എൻ്റെ ഒരു സമുദ്ര പഠനം അല്ലെങ്കിൽ മാരിടൈം മേഖലയിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള തരത്തിൽ ഈ സമുദ്രവും ഈ അനുഗ്രഹീതമായ ഈ ഫെസിലിറ്റീസ് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ നാം നേരിടുന്ന വെല്ലുവിളികൾ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുറമുഖങ്ങളും എയർപോർട്ടുകളും ബാക്കിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ദേശീയ വ്യാപാരത്തോടൊപ്പം തന്നെ അന്തർദേശീയ വ്യാപാരത്തിനും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലേക്കുള്ള സർവീസുകൾ കൊടുക്കാൻ വേണ്ടിയാണ്. അവിടെ 71% വരുന്ന കടലും 29% വരുന്ന കരയും ആകാശവും കൂടെ ചേർന്ന് വരുന്ന ഈ പ്ലാനറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം, ലോക ചരക്ക് വ്യാപാരത്തിന്റെ 95% കടൽ മുഖാന്തരം നടക്കുമ്പോൾ ആ വ്യാപാരത്തിന് അനവധി മേഖലകളുള്ള സ്ഥിതിക്ക് സമുദ്രവും അല്ലെ കടലും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഓരോ തലത്തിനും നിരവധി കമ്പാർട്ട്മെന്റുകളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൃത്യമായി സബ്ജക്റ്റ് അറിയാവുന്ന പ്രാക്ടിക്കൽ നോളജ് ഉള്ള ദേശീയ വ്യാപാരത്തിന്റെയും അന്തർദേശീയ വ്യാപാരത്തിന്റെയും ഗതിവിഗതികളെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന നാവിഗേഷന്റെ നോളജ് ഉള്ള പൈലറ്റേജിന്റെ നോളജ് ഉള്ള ഹൈസിയെ കുറിച്ച് അറിയാവുന്ന കസ്റ്റംസിനെ കുറിച്ച് അറിയാവുന്ന ആധികാരികമായിട്ടും മാരിടൈം സെക്ടർ പഠിച്ചിട്ടുള്ളവർ ആയിരിക്കണം ഈ സെക്ടർ മാനേജ് ചെയ്യുന്നത്. അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ പറയുന്ന കേരളത്തിലെ മാരിടൈം സെക്ടർ, കേരളത്തിലെ അല്ല ലോകത്ത് എവിടെയാണെങ്കിലും മാരിടൈം സെക്ടർ മാനേജ് ചെയ്യുന്നത് അല്ലാത്ത ഒരു സമൂഹം ആണ് എങ്കിൽ ഒരു പക്ഷേ ഈ പ്രതീക്ഷ എല്ലാം അസ്ഥാനത്താകാനാണ് സാധ്യത. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മാരിടൈം സെക്ടർ, ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും ഇത് ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഗവൺമെന്റ് തലത്തിൽ, അതായത് കേരളത്തിലെ സുശക്തമായ ഒരു കേരള മാരിടൈം സർവീസ് ലൈക്ക് കേരള മാരിടൈം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള തരത്തിൽ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന തലത്തിൽ തന്നെ ഒരു കേരള മാരിടൈം സർവീസ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരണം. ആ പല മേഖലകളും, മാരിടൈം ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതിൻ്റെ ഓരോ മേഖലയിലും നല്ല എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ മേഖലയിൽ കൊണ്ടുവരണം. എന്നിട്ട് കേരള മാരിടൈം സർവീസ് തുടങ്ങണം. ഇത് ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെയാണ്. ഇന്ത്യ ഭാരത്മാല, സാഗർമാല, ബ്ലൂ എക്കോണമി, ലോജിസ്റ്റിക്സ് പോളിസി, നിരവധി പ്രോജക്റ്റുകൾ മുന്നോട്ട് വന്നെങ്കിൽ പോലും അതിന് വേണ്ട തരത്തിലേക്കുള്ള പബ്ലിക്കിന്റെ ഇടയിലേക്കോ അല്ലെങ്കിൽ അതിന് അത്ര സക്സസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൻഡ്രാൻസസ്
ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ വരുന്ന ഫെയിലറാണ്. അതിനാൽ IAS തുല്യമായിട്ട് തന്നെ ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഇന്ത്യൻ മാരിടൈം സർവീസ് ഇന്ത്യയിൽ തുടങ്ങണം. മാരിടൈം സെക്ടർ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കണം ഇത്തരത്തിലുള്ള മേഖലകൾ കൈകാര്യം ചെയ്തത്. എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തോട് കോമ്പീറ്റ് ചെയ്ത് ഒരു വലിയ മാരിടൈം രാജ്യമായിട്ട്, ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റാനും, ഒപ്പം വളരെ പ്രതീക്ഷയോടുകൂടി നാം കാത്തിരിക്കുന്ന വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കേരളത്തിലെ തുറമുഖങ്ങളെ ഒരു വലിയ സക്സസിലേക്ക് എത്തിക്കാനും, നാടിലെ ഓരോ കുട്ടിക്കും, ഇന്ന് നിലവിലുള്ളവർക്കും വരും തലമുറയ്ക്കും ഒരു വലിയ ബ്രെഡും ബട്ടറുമായി മാറാൻ എംപ്ലോയ്മെന്റും ബിസിനസ്സും ഇൻഡസ്ട്രിയും നിയമവും ജേർണലിസവും എന്നുവേണ്ട എല്ലാവിധ തൊഴിൽ അവസരങ്ങളുടെയും ബിസിനസ് അവസരങ്ങളുടെയും ഒരു മഹാസമുദ്രമാക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്.